ഞാനൊരു കോമണർ ആണോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ റീച്ച് എല്ലാം ഭയങ്കര കുറവായിരുന്നു. യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നത് യൂഷ്വലി ബിഗ് ബോസിൽ വരുന്നതെല്ലാം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആർക്കും എന്നെ അറിഞ്ഞൂടായിരുന്നു. ഒരു ഫുഡ് ബ്ലോഗർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊരു കാറ്റഗറി കൂടെ കയറി വന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പം അവിടുത്തെ അടികളൊക്കെ കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതാണോ? എന്നെ നാരു എന്ന് വിളിച്ചിട്ട്, പക്ഷെ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചിട്ട് മറ്റു സ്ഥലത്ത് അതേ സെയിം പറയുന്നു. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും സാബുവിന്റെ ഒരു ഒപ്പീനിയൻ നമ്മളവിടെ കണ്ടില്ല. എന്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഇടപെടാതിരുന്നത്? ഇപ്പൊ ഞാൻ അവിടെ അകത്തിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലായില്ല എന്തിനാ. എനിക്കൊന്ന് കുറെ പേർക്കൊക്കെ പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ട്. നമ്മൾ പോലും അറിയാതെ ഒരു സൈഡിൽ പല കോൺവെർസേഷൻ നടക്കാറുണ്ട്. ഞാൻ ഒരു സൈഡ് കേൾക്കും. പക്ഷെ അവിടെ ചെന്നപ്പോ അനുമോളാണ് അത് വിളിച്ചതെന്നുള്ള ഒരു ടോക്കാണ് വന്നത്. അപ്പം അവിടെയും സാബുവിന്റെ പ്രതികരണം കണ്ടു. ചിലപ്പോൾ വൈൽഡ് കാർഡ്സിലെ ഒരാളുടെ സ്ട്രാറ്റജി ആയിരിക്കും അകത്ത് വന്ന് അതങ്ങ് തകർത്താലോ എന്ന്. അങ്ങനെ ഒരു അർത്ഥം ഇങ്ങനെ തീപ്പെട്ടി ഇട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്. എന്നെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത അവിടെ അനുമോളും ഒന്ന്. പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കാൻ പോയാൽ അവന് മനസ്സിലാവും അവിടെ ജയിച്ചത്. ഒരിക്കൽ പോലും ഒരു ലിമിറ്റ് ഇട്ട് പൊട്ടിത്തെറിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ അവിടെ? രണ്ടുപേരുടെ ഭാഗത്തും അങ്ങനെ ന്യായം എന്ന് പറയാനില്ല. കാരണം ഇവര് അവർക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ തന്നെ അവർ രണ്ട് ടീംസ് ആയി. അവരൊരിക്കലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തല്ല കളിച്ച്. അവരൊരു പോയിന്റ് വെച്ചിരുന്നു ഇത്രയും വരെ പോവുള്ളൂ. പക്ഷെ ഇത് അവിടെ കയ്യിൽ നിന്ന് പോയി. ഗെയിം കളിച്ചോ, പക്ഷെ ഇത് പേഴ്സണൽ സംഭവങ്ങളായ മസാനിക്ക് എങ്ങനെയെങ്കിലും അവരെ ട്രിഗർ ചെയ്താൽ മതി. എങ്ങനെ കുത്താൻ പറ്റും അത്രയും കുത്തണമെന്ന് വിചാരിച്ചു. അപ്പം ആദില നൂറ എന്ന രണ്ട് വ്യക്തികളെ എങ്ങനെ കാണുന്നത്? കുറുക്കൻ എന്ന് വിളിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു ബ്രില്യൻ ഗെയിമർ എന്ന് പറയുന്ന ഒരാള് ഞാൻ ഇപ്പം കണ്ടിട്ടുള്ളതിൽ ഞാൻ നോക്കിയിട്ടും. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ഹായ്, ഹലോ, നമസ്കാരം. ബിഗ് ബോസിന്റെ ആരവം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതേ ആരവം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. സൗമാൻ എന്ന് വിളിക്കണോ ആകാശം എന്ന് വിളിക്കണം? സൗമാൻ എന്ന് വിളിച്ചാൽ മതി. ആ പേര് ഇപ്പൊ രജിസ്റ്റർ ആയില്ലേ? ശരിക്കും അത് അച്ഛന്റെ പേരല്ലേ? അച്ഛന് വിഷമാവുന്നില്ലേ? അച്ഛന് സന്തോഷമേ ഉള്ളൂ. അതായത് മകനെ അച്ഛന്റെ പേരിട്ട് വിളിക്കാന്ന് രണ്ടുതരത്തിൽ നമുക്ക് ചിന്തിക്കാം. അച്ഛൻ പ്രൗഡ് ആവുന്നുണ്ട്. കൂടുതൽ ഇത് എന്നെയാണോ മോനെയാണോ വിളിക്കുന്നത് എന്നൊരു സംശയം വരും. എനിക്ക് തോന്നുന്നു മുമ്പ് ചിലപ്പോ അച്ഛൻ അത്ര പ്രൗഡ് അല്ലായിരുന്നു. എന്തായാലും ഇപ്പം പ്രൗഡാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും സാബുമാൻ എന്ന് ഇട്ടിരിക്കുന്നത്? അത് സംഭവം എന്ന് പറഞ്ഞാ എന്റെ പേര് ആകാശ് സാബു ആയതുകൊണ്ട് എല്ലാവരും എന്നെ സാബു സാബു എന്ന് വിളിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ പതുക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഹാൻഡിലൊക്കെ ഉണ്ടാക്കിയപ്പം എല്ലാവരും സാബു എന്ന് വിളിക്കുന്ന ഞാൻ ചുമ്മാ സാബു മാൻ എന്നിട്ട്. പിന്നെ ഇങ്ങനെ പണ്ട് എനിക്കിങ്ങനെ സൂപ്പർ ഹീറോസ് അതിലെല്ലാം നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് ഒരു ക്യാച്ച് ആണല്ലോ പെട്ടെന്ന് വിളിക്കാൻ. ആകാശ് എന്നൊക്കെ വിളിച്ച് ആരും അങ്ങനെ പെട്ടെന്ന് ഓർക്കൂല. പിന്നെ എനിക്കിങ്ങനെ എന്റർടൈൻമെന്റ് ഫീൽഡിൽ കയറണമെന്നും ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെ എന്റർടൈൻമെന്റിനും കൂടുതൽ ഫുഡ് അങ്ങനത്തെ ഒരു മേഖലയിലേക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അധികം. പക്ഷെ ഇപ്പം എൻട്രി ആവുമ്പോൾ, അതായത് ബിഗ് ബോസിലേക്ക് എൻട്രി ആവുമ്പോൾ സബുമാൻ എന്ന ആൾക്കാർ ഒരു കുറച്ച് സ്പേസിലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വൈഡായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് കണ്ടപ്പോൾ ഇതൊരു കോമണർ മത്സരാർത്ഥിയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയായിരുന്നു സെലക്ഷൻ? എങ്ങനെയായിരുന്നു സെലക്ഷൻ? എനിക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ എന്ന് പറഞ്ഞാൽ ഞാനൊരു കോമണർ ആണോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ റീച്ച് എല്ലാം ഭയങ്കര കുറവായിരുന്നു. യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നത് യൂഷ്വലി ബിഗ് ബോസിൽ വരുന്നതെല്ലാം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആർക്കും എന്നെ അറിഞ്ഞൂടായിരുന്നു. അപ്പം ഒരു ഫുഡ് ബ്ലോഗർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊരു കാറ്റഗറി കൂടെ കയറി വന്ന ഒരാളാണ്. അങ്ങനെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ അവിടുത്തെ ഒരു ലൈഫ്? എങ്ങനെയുണ്ടായിരുന്നു ലൈഫ്? ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ എനിക്ക് സോഷ്യൽ ആൻസൈറ്റി അങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പോഴാണേലും പേടിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യൂല. അതെ കുറച്ച് റിലാക്സ് ആയിക്കോ. അതെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മള് എന്നും ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ ഓരോരോ പരിപാടികൾ വന്നുകൊണ്ടിരിക്കും. മോർണിംഗ് ടാസ്ക് ആയാലും. അപ്പൊ അതെല്ലാം എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ എപ്പോഴും എന്തെങ്കിലും ഡ്രാമ
എല്ലാവരും കോണ്ടന്റ് കൊടുക്കുക. അപ്പം കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയും ഓരോ പ്രശ്നങ്ങളും ഓരോ അടികളെല്ലാം നടക്കും. അപ്പം ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. അവിടുത്തെ അടികളൊക്കെ കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതാണോ? അതെന്ന് പറഞ്ഞാൽ ചില സമയം കോണ്ടന്റിന് വേണ്ടി ചെയ്യാറുണ്ട്, ചില സമയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രഷർ കുക്കർ പോലെ. അപ്പോൾ അവിടെ നമുക്ക് വളരെ ലിമിറ്റഡ് റിസോഴ്സസേ തന്നിട്ടുള്ളൂ, വളരെ കുറച്ച്. അപ്പൊ അതിനു വേണ്ടി അതും അങ്ങനെ ഒരു, എനിക്ക് ചില സമയം തോന്നുന്നു അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കോ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വാക്ക് തർക്കം വരാം. അപ്പൊ അങ്ങനെ വരുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ക്ഷമ കുറച്ച് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. അതെ അതെ. ഞാനാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പം ആൾക്കാർ റിയാക്ട് ചെയ്യും. ഞാനാണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കും, ആ സ്റ്റാൻഡിൽ നിൽക്കും. അങ്ങനെയാണല്ലോ നാരു എന്നുള്ളൊരു പേര് വന്നത്. അയ്യോ, നാരു അങ്ങനെയല്ല വന്നത്. അല്ല, അങ്ങോട്ട് ഇവിടെ സോൾവ് ചെയ്യും, പിന്നെ അവിടെ സോൾവ് ചെയ്യും. അപ്പൊ രണ്ടു വശവും കേൾക്കും. അതാണ് ഇത് എന്താ സംഭവം. നാരു എന്നുള്ള പേര് കുറച്ച് വിഷമായി എന്ന് പിന്നീടുള്ള ഇന്റർവ്യൂസിൽ ഞാൻ മനസ്സിലാക്കി. വിഷമമായി, കാരണം എന്നെ നാരു എന്ന് വിളിച്ചിട്ട്, പക്ഷെ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചിട്ട് മറ്റു സ്ഥലത്ത് അതേ സെയിം പറയുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്ത് സംസാരിക്കും, മറ്റു സ്ഥലത്ത് സംസാരിക്കും, പക്ഷെ ഞാൻ പോയി പറയാറില്ല അവരെന്താ പറഞ്ഞാ, അവരുടെ ഒപ്പീനിയൻ കേൾക്കാറേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിലയിരുത്താൻ നോക്കും. പക്ഷെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവരും അങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ പറയാറുണ്ട്. അത് അവർക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവം. എന്നാൽ അതൊരു ജനറൽ സംഭവം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. അല്ലാതെ ഇപ്പം ഒരാൾക്ക് പണി കൊടുക്കണം അങ്ങനെ പോയി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ സത്യത്തിൽ അവിടെ കുറച്ച് ഇൻസ്റ്റൻസസിലൊക്കെ 2 പേര് തമ്മിലുള്ള ഒരു തർക്കം, അടി, അത് സോൾവ് ചെയ്തിട്ട് പോലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോയി സംസാരിക്കും, എന്നിട്ട് അവരോട് അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെയല്ല അവർ ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പം അതാണ് സോൾവ് ചെയ്യാനായി നോക്കിയത്. അവസാനം നാരു എന്ന പേര്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. നാരദൻ പുരാണത്തിൽ കുറച്ച് നന്മയുള്ള മനുഷ്യനും കൂടെയാണ്, അങ്ങനെ കൂടെ ചിന്തിക്കാം. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അതായിരിക്കും എനിക്കിട്ട് പല പല പേരിട്ട്. നാരുവിൽ നിർത്തിയില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണ് പല പല പേര്. മോർണിംഗ് ടാസ്കിലൊക്കെ ഒത്തിരി പേര് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുഞ്ചിരി എന്നുള്ളൊരു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള് എന്നുള്ളൊരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഈ ചിരി എവിടുന്ന് കിട്ടുന്നു? ഈ ചിരി അത് എനിക്ക് തോന്നുന്നു എന്റെ വീട്ടുകാർ, നമ്മളിവിടെ ഫാമിലി അങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അതാണ്, മടുക്കാറില്ല. ചിരിയാണ് എപ്പോഴും ആ സ്പിരിറ്റിലാ പോകുന്നത്. എന്റെ ചിരിയാണ് സാറേ എന്റെ മെയിൻ എന്ന് പറയുന്ന പോലെ. എങ്ങനെയുണ്ട് ഇപ്പം വിന്നർ വന്നു കഴിഞ്ഞു, ആ ഒരു എയർപോർട്ടിലെ തിക്കും തിരക്കൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ സോഷ്യൽ മീഡിയ ഇതുവരെ യൂസ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. എങ്കിലും പറയുന്ന ഒരു സംസാരം, വിന്നർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിന്നറെ ആണോ സെലക്ട് ചെയ്തത് എന്നുള്ള സംസാരം സോഷ്യൽ മീഡിയയിലുണ്ട്. ആസ് എ കോ കണ്ടസ്റ്റന്റ് എങ്ങനെ തോന്നുന്നു ഈ അനുമോൾ എന്ന വിന്നറിന്? പ്രോബബ്ലി കറക്റ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ അതിന്റെ അകത്തിരിക്കുമ്പം ഒന്നും അറിയാൻ പോലും പറ്റൂല എങ്ങനെയാ. ഇപ്പൊ ഞാൻ അവിടെ അകത്തിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു, ഓരോ സംഭവങ്ങൾ പുറത്തു പോകുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ എന്നെ വന്നും ആൾക്കാർ ഇങ്ങനെ വന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല, അവര് പറഞ്ഞു തരും ഇത് ചെയ്യാനും അത് ചെയ്യാനും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പ്രേക്ഷകർ ചിന്തിക്കുന്ന. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രേക്ഷകർ അങ്ങനെ വിചാരിച്ചെങ്കിൽ അത് അനുമോളുടെ കഴിവ് തന്നെ. പിന്നെ എന്തായാലും 100 ദിവസം അവിടെ പിടിച്ചു നിന്നില്ലേ, കുറെ അതും എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അങ്ങനെ കുറെ പരിപാടികൾ. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആയപ്പോ ഭയങ്കര പ്രഷറായിരുന്നു. കാണുന്ന പ്രേക്ഷകർ ഞങ്ങളും ഭയങ്കര പ്രഷറായിപ്പോയി. അനുവിനെ മാത്രം റീ എൻട്രി വന്നിട്ട് അവര് കോർണർ ചെയ്യുന്നു എന്നുള്ളവര്. ആ സമയത്തൊന്നും സാബുവിന്റെ ഒരു ഒപ്പീനിയൻ നമ്മളവിടെ കണ്ടില്ല. എന്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഇടപെടാതിരുന്നത്? നമ്മൾ ലാസ്റ്റ് റീ എൻട്രിക്ക് വന്ന എന്തിനാണ്, ഉള്ള കോ കണ്ടസ്റ്റൻസിനെ എന്താ ബൂസ്റ്റപ്പ് ചെയ്ത് വരാൻ. ബിക്കോസ് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഗെയിം കളിക്കാനാ വന്ന അത് അവിടെ തീർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തിനാ. എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊക്കെ പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജസും ഇല്ല. പിന്നെ എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ മനസ്സിലായി നമ്മളെല്ലാവരും കൂടി ഇനി ഇതുപോലെ ഇനി ഒരിക്കലും ഇനി കൂടാൻ പോകുന്നില്ല, ഇതാണ് അവസാനം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ചില്ല് ചെയ്ത് അടിച്ചു പൊളിച്ച്. പക്ഷേ അതിനകത്ത് ആദിലയും നൂറയും ചൈത്യയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അനുവിന് ഇത്രയും കോർണർ ചെയ്യപ്പെടാൻ കാരണം. സാബു പുറത്തുനിന്ന് കളി കണ്ട ഒരു വ്യക്തിയാണ്, അതിൻ്റെ ഉള്ളിലും പോയി കളി കണ്ട വ്യക്തിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് സാബുവിൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നില്ലേ? സത്യം പറയാലോ, ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പം നമ്മൾ പോലും അറിയാതെ ഒരു സൈഡിൽ പല കോൺവെർസേഷൻ നടക്കാറുണ്ട്. ഞാൻ ഒരു സൈഡ് കേൾക്കും, മറ്റേ സൈഡ് കേൾക്കും. എല്ലാവരുടെ ഭാഗത്തും അവർക്ക് ശരി പോലെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കാണണം നടക്കുന്നത്, പക്ഷെ നമ്മൾ കാണുന്ന ഒരു സൈഡ് മാത്രമായിരിക്കും, മറ്റേ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ആരാ ഇപ്പോഴും അറ്റ് ഫോൾട്ട് എന്ന് അവിടെ. അത് എനിക്ക് തോന്നി ഇപ്പം ഇത് കഴിഞ്ഞില്ലേ, എനിക്ക് ഇതിനെ കുറിച്ച്
അതൊരു ഗെയിമാണ്, അത് എല്ലാവരും ആ ഗെയിം സ്പിരിറ്റ് എടുത്ത് ഇനി നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, അപ്പൊ ഇനി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കണം. അതാണ്. ഇനി പറയൂ. ഈ ചൈത്യനെ കട്ടപ്പ എന്ന് വിളിക്കുന്നത് വയൽക്കാട് ചെല്ലുന്നതിന് മുമ്പാണ്. നിങ്ങൾ പുറമെ കളി കണ്ട സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പേരാണ് കട്ടപ്പ. പക്ഷെ അവിടെ ചെന്നപ്പോ അനുമോളാണ് അത് വിളിച്ചതെന്നുള്ളൊരു ടോക്കാണ് വന്നത്. അപ്പം അവിടെയും സാബുവിന്റെ പ്രതികരണം കണ്ടില്ല. ശരിക്കും കട്ടപ്പ എന്നുള്ള പേര് സോഷ്യൽ മീഡിയ എന്നല്ലേ ചൈത്യക്ക് വന്നത്? എനിക്ക് അതും സത്യത്തിൽ ഷുവർ. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ടല്ല കയറിയത്. അപ്പം എനിക്ക് അതിലും കമന്റ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ശൈത്യയോട് ആ ഫസ്റ്റ് വീക്ക് ശൈത്യ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം സംസാരിച്ചു. അപ്പം പുള്ളിക്കാരി ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. മേ ബി ഞാൻ അത്രയും ക്ലോസ് അല്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിലും അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റൂല. ഇല്ല. അപ്പം ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന്റെ മെയിൻ കാരണം ഇതാണല്ലോ. അപ്പം വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് പേര് കിട്ടിയതെന്നാണ് അനുമോള് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ അങ്ങനെ ചൈത്യക്ക് ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. ഞാൻ റിവീൽ ഒന്നും ചെയ്തില്ല ആരായിരിക്കും പറഞ്ഞു കൊടുത്ത. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ, അറിയാലോ. അതെ. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വൈൽഡ് കാർഡ്സിലെ ഒരാളുടെ സ്ട്രാറ്റജി ആയിരിക്കും അകത്ത് വന്ന് അതങ്ങ് തകർത്താലോ എന്ന്. അങ്ങനെ ഒരു അറിഞ്ഞൂടെ, ഇങ്ങനെ തീപ്പെട്ടി സ്ക്രൂ കയറ്റി അങ്ങ് ഇട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്. അത് ഒരു കാട്ടു തീയായി മാറി. ഫൈനൽസ് വരെ എത്തിച്ചു. ഇപ്പൊ പറയുന്നത് ആ ഒരു റീ എൻട്രിയും ഈ ഇൻസിഡന്റും ആണ് അനുമോളെ വിന്നിംഗ് പൊസിഷനിലേക്ക് എത്തിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം പിന്നീട് പിന്നെ സബുമോന്റെ യാത്രകൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ അനുമായിട്ട് കുറച്ചധികം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എന്നെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത അവിടെ അനുമോളും ഒന്ന് നെവിനും. അതെ അതെ അതെ. ബാക്കി ആരും അങ്ങനെ എന്റെ ക്ഷമ അത്രയും പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ക്ഷമയുള്ള വ്യക്തിയാണ് സാബു. പക്ഷെ പ്രോട്ടീന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? പ്രോട്ടീന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് അല്ല. ഞാൻ അവിടെ പോയിട്ട് എല്ലാം സാക്രിഫൈസ് ചെയ്ത് ആ പ്രോട്ടീനിന്റെ കാര്യമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കുറച്ച് പേരുള്ളപ്പോഴും ആൾക്കാർ ഇങ്ങനെ കക്കുന്ന മനസ്സിലായില്ല. അതെ, എന്റെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മള് ബിഗ് ബോസ് വന്നിട്ട് നമ്മളൊരു എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈഫ് ഉണ്ട്. അപ്പം ഇതില് കൂടെ ആൾക്കാർ വിലയിരുത്താറുമുണ്ട് അല്ലെ ബിഗ് ബോസ്? അതെ, റിയൽ റിയാലിറ്റി ഷോ റിയൽ റിയാലിറ്റി ഷോ ആണ്. അപ്പം അവിടെ നമ്മൾ എപ്പോഴും ഒരു ക്യാരക്ടർ ഇട്ട് നിൽക്കണമെന്നില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് ചിലവരുടെ ഗെയിമാണ്. അപ്പൊ അത് ആ ഗെയിം സ്പിരിറ്റ് കണ്ട് ആൾക്കാർ എടുത്തോളും. പക്ഷെ ഞാൻ ബിഗ് ബോസിനെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റി പോലെ. അപ്പം നമ്മൾ ആരാണ് അത് നമ്മൾ അവിടെ ഫുൾ അങ്ങ് പൊട്രേ ചെയ്യും. അതാണ് ഞാൻ അവിടെ പോയി ചെയ്തത്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർ ആ ഗെയിമിന് മാത്രം കുറച്ച് ക്യാരക്ടർ മാറ്റി ട്വീക്ക് ചെയ്യും. എന്നാലും അഭിനയിച്ച് നിന്നവരുണ്ടോ അവിടെ? എന്തായാലും അഭിനയിച്ച് നിന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ അഭിനയിച്ച് നിന്നവർ കാണണം. കാരണം പുറത്തിറങ്ങി ഇങ്ങനെ അഭിനയിച്ചാൽ അത്ര ശരിയാവൂല. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരു ഡബിൾ ഫേസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ അല്ലേ? അവിടെ എന്തായാലും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നിവിൻ? എങ്ങനെയുണ്ട് നിവിൻ ഏറ്റവും ക്ലോസ് ആണെന്ന് ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടനോട്. പക്ഷെ പിന്നീട് പറയുന്നു പക്ഷെ നിവിനുമായിട്ടാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം നിവിനുമായിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരുന്നു? നിവിൻ ഞാൻ തുടക്കത്തിൽ വന്നപ്പോൾ ഭയങ്കര വെൽക്കമിങ്, ഭയങ്കര ഒരു എങ്ങനെ പറയാനാ, നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ട് അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരിക്കും. ചിലപ്പോൾ അത് അവന്റെ ഗെയിം ആയിരിക്കും. അവൻ നോക്കുമ്പോൾ ഞാനെപ്പോഴും നിവിനെല്ലാം ഗെയിമാണല്ലോ. അതെ, നെവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അവന്റെ ഗെയിമാണ്. അത് നെവിൻ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിരിച്ചു നിൽക്കാറുണ്ട്. അപ്പൊ നെവിൻ വിചാരിച്ചാണ് ഓക്കെ ഇങ്ങനെ ഇവ ചിരിച്ചു നിൽക്കുന്നെങ്കിൽ ഇവൻ അത് അവൻ എന്തൊന്ന് ബ്രേക്ക് ചെയ്യണമെന്ന്. അത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നെവിനാണ് തുടങ്ങി വെച്ചത്. ഇവൻ നാരദനാണ്, ഇത് അവിടെയും പറയും ഇവിടെയും പറയുന്ന ആളാണ്. ചോദിച്ചില്ലേ പിന്നീട് ഏതാണ് ഇത് എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നീ സഹിക്കണോടാ, ഇതെന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലോ അങ്ങനെ വരും. അതെ, പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കാൻ പോയാ അവന് മനസ്സിലാവും അവ അവിടെ ജയിച്ചെന്ന് മനസ്സിലല്ല. അപ്പം ഞാൻ അതിങ്ങനെ പതുക്കെ വിട്ടു തുടങ്ങി. ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ലേ മോനെ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഞാൻ എല്ലാരും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാന്ന്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കും അടുത്ത ആഴ്ച കുറച്ചും കൂടെ പൊട്ടിത്തെറിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ലിമിറ്റ് ഇട്ട് പൊട്ടിത്തെറിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ അവിടെ? ബ്ലാസ്റ്റ് ചെയ്ത മൂമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ എന്താ ക്യാപ്റ്റൻസിന് ഒരു ഗെയിം കളിച്ചുകൊടുത്തപ്പോ നെവിൻ അതിന്റെ അത് എനിക്ക് അറിഞ്ഞൂടാ, അത് കയറില്ല. അപ്പൊ അവ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഇങ്ങനെ ഇന്റർട്വൈനായി നമ്മള് എല്ലാം കൂടെ വീണു. ആ സമയം
എനിക്ക് തോന്നുന്നു അനുമോളുടെ കൈയോ അതോ എന്റെ കൈയോ വേണമെങ്കിൽ ഒടിയാം, ബിക്കോസ് അപ്പൊ അത്ര ഇമ്പാക്ടിലാണ് ചെയ്തത്. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലായില്ല നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ബിഗ് ബോസ് പറഞ്ഞ് കയ്യാങ്കളി പാടില്ല. പക്ഷെ എന്തെങ്കിലും കയ്യാങ്കളി അവിടെ ഇല്ല സംഭവിച്ചല്ലോ. ഇല്ല മീൻസ് നിവിനും ഷാനവാസൊക്കെയും തമ്മിലുള്ളത്. പക്ഷെ അവിടെയും രണ്ടു പക്ഷം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. സഡൻലി പുള്ളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ഇന്റൻഷൻ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഒരു കൂട്ടർ പറയുന്നു ഇത് അടവാണ്, കള്ളത്തരമാണെന്ന് പറയുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കുറച്ച് ലേറ്റ് ആയി അല്ലേ? അത് ഞാൻ പറയാം, ഒരു കൂട്ടർ അടവാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവര് ആ സെക്കൻഡിൽ പെട്ടെന്ന് വിചാരിച്ച് അടവാണെന്ന്. പക്ഷെ ആ സമയം പുള്ളി സീരിയസ് ആണെന്ന് അറിഞ്ഞ സമയം എല്ലാവരും ഒരുമിച്ച് വന്ന്. പക്ഷെ ഒരു രണ്ട് ടീംസ് തമ്മിൽ ഭയങ്കര ഡ്രാമയും അടിയുള്ളതുകൊണ്ട് ആ അടി അതിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആവാൻ കാണുമെന്ന് പറഞ്ഞാൽ നമ്മളോട് ഷാനവാസ് ഖാൻ തന്നെ പറഞ്ഞ് ഒന്ന് കുറച്ച് സമയം തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുള്ളിനെ ഇപ്പൊ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഈ അടിയും നടക്കുക, ബിക്കോസ് അവര് അമ്മ എനിക്ക് അറിഞ്ഞോളൂ. അതാണ് ബിഗ് ബോസ്. അത് എനിക്ക് നമ്മൾ ഈ ആ വീട്ടിൽ വരുമ്പോൾ മനസ്സിലാവും ഭയങ്കര സീനാ. അങ്ങനെ സാബുവിന്റെ ഒരു കാഴ്ചപ്പാടില് ശരിക്കും ആരുടെ ഭാഗത്താണ് ന്യായം? ഇപ്പം ഷാനവാസുക്ക സംസാരിച്ചു തുടങ്ങിയത് അനുവിന്റെ പ്രശ്നത്തിൽ നിന്നാണ്, പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നാണ് ആ പ്രശ്നം വരുന്നത്. പിന്നീട് അത് ഷാനവാസക്കയിലേക്ക് എത്തുന്നു, ഹോസ്പിറ്റലിലാവുന്നു, പ്രശ്നങ്ങളാവുന്നു. ശരിക്കും ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം തോന്നുക? രണ്ടുപേരുടെ ഭാഗത്തും അങ്ങനെ ന്യായം എന്ന് പറയാനില്ല. കാരണം ഇവര് എന്തോ അവർക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ തന്നെ അവർ രണ്ട് ടീംസായി. അതെ, അപ്പം ഒരു ടീം വിചാരിക്കും ഇവർക്ക് എങ്ങനെ പണി കൊടുക്കണമെന്ന്. അപ്പം മറു ടീം വിചാരിക്കും ഓക്കെ ഇവർക്ക് ഇങ്ങനെ തിരിച്ച് പണി കൊടുക്കാം. അപ്പൊ അവരിങ്ങനെ പണി കൊടുത്തു തുടങ്ങുമ്പം അവർ വിചാരിക്കാത്ത പോലെയൊക്കെ ആ പണി പോയി. എന്ന് പറഞ്ഞാൽ ആദ്യം എന്തോ അക്ബർ പറഞ്ഞായിരുന്നു ഫുഡ് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതില് കയറി എന്തോ മനസ്സിലായി നൂറൊക്കെ പറഞ്ഞപ്പോ അതൊരു ഭയങ്കര സംഭവം. അങ്ങനെ നമുക്ക് പറഞ്ഞു വിടാം ഫുഡ് നമുക്ക് വേണം. അപ്പൊ അവിടെ അവർക്കൊരു ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അവർക്കൊരു തിരിച്ചടി കിട്ടി. അതുപോലെയാണ് ഷാനവാസ് ഖാന്റെ സംഭവം നടന്നത്. പെട്ടെന്ന് അത് നടന്നു എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തല്ല കളിച്ച്. അവരൊരു പോയിന്റ് വെച്ചിരുന്നു ഇത്രയും വരെ പോവുള്ളൂ. പക്ഷെ ഇത് അവിടെ കയ്യിൽ നിന്ന് പോയി. അതിന്റെ ഡോസും കിട്ടി. അടുത്ത ദിവസം അവരെല്ലാം നന്നായും ചെയ്തു. അതാണ് ബിഗ് ബോസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ക്ലെൻസ് ആവും അവിടെ പോയിട്ട്. എന്ന് പറഞ്ഞാൽ അറിയാലോ മുമ്പ് ഷാനവാസ് കുറച്ച് എല്ലാവരെയും പോടി കുറച്ച് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പക്ഷെ ചീത്ത വിളിക്കുമായിരുന്ന അതെല്ലാം മാറിയില്ല. എല്ലാവരും അവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് പ്യൂരിഫൈഡ് ആയിട്ട് അങ്ങ് ഇറങ്ങും. അതാണ് സംഭവം. ഒരു തവണയെങ്കിലും ഒരാൾ ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അതൊരു നല്ല സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനായാൽ പോലും എനിക്ക് കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ചാലഞ്ചസ് ഉള്ളു. എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷമയുണ്ട്, പക്ഷെ അവിടെ കുറെ പേർക്ക് ക്ഷമയില്ല. അതാണ് അവരുടെ ചാലഞ്ച്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമെന്ന്. എന്റെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ചില സമയം ഇങ്ങനെ സംസാരിക്കാൻ പബ്ലിക് ആൻസൈറ്റി വരും, സംസാരിക്കാൻ പാടാം. ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും ഒരു ഓർത്തിങ്കൾ. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചാലഞ്ച് ഉണ്ട്. നമ്മള് ഒരു സമയമാകുമ്പോൾ നമ്മളെല്ലാം കുറച്ച് യൂസ്ഡ് ആയി പഠിച്ചു തുടങ്ങും. എന്നെ അങ്ങനെ പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ അത്രയും കിട്ടുന്ന മാനിപ്പുലേറ്റേഴ്സോ ഭയങ്കര തലയാ, കുരുട്ട് കുത്തി കുതന്ത്രം എല്ലാം പഠിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്ന് അതെ ഞാൻ അങ്ങനെയല്ല മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് വന്ന് പറഞ്ഞ് അവര് പറയുമ്പം ഒരു ശരി തോന്നും. അപ്പൊ ഞാൻ അങ്ങ് മാനിപ്പുലേറ്റ് ആയി പോകും. പിന്നെ പക്ഷെ ഞാൻ അങ്ങനെ മാനിപ്പുലേറ്റ് ആകും, ഞാൻ അവരുടെ പോയിന്റും എടുക്കും. പിന്നെ എനിക്ക് തന്നെ കുറച്ച് ഞാൻ തന്നെ ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ഇങ്ങനെ ഇത് ചെയ്യുമ്പം ഒരു ഇതിലെന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഷാനവാസ് എന്നോട് പറഞ്ഞായിരുന്നു മറ്റേ എന്തുവാ ആ ഇൻസിഡന്റ് നടന്നപ്പം എടുത്തെറിഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ സംഭവിച്ചതാണെന്ന്. അത് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ആക്കാൻ നോക്കിയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ആയില്ല, ബിക്കോസ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ മാനിപ്പുലേറ്റ് ആവും. ഞാൻ കണ്ട സംഭവമാണെങ്കിൽ എനിക്കറിയാം. അതെ, ഞാൻ വിറ്റ്നസ് ചെയ്ത് പിന്നെ പോസിബിലിറ്റീസ് ഒക്കെ അങ്ങനെ വരാൻ വഴിയില്ല. അത് ഈ വൈൽഡ് കാർഡ്സില് സബുമോനാണ് ഏറ്റവും കൂടുതൽ ഡേയ്സ് അവിടെ നിന്നത്. ഓരോ ആഴ്ച സേവ് ആവുമ്പോഴും ഭയങ്കര ഒരു ഞെട്ടലാണ്. അതായത് പ്രേക്ഷകർക്കില്ലാത്ത ഞെട്ടലാണ്. സ്വന്തം ഗെയിമിൽ അത്രയും വിശ്വാസം ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഓരോരുത്തർക്കും ഭയങ്കര സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് അത്രയും അറിഞ്ഞില്ലായിരുന്നു തോന്നുന്നു, എങ്ങനെയാ പോകുന്നതെന്ന്. ഭയങ്കര പ്ലാനിങ് ഒക്കെ വേണമെന്നുള്ളായിരുന്നു. ഞാൻ വിചാരിച്ച് നമ്മൾ ആ ഫ്ലോയില് പോവും. നമ്മൾ ഇത്രയും കാലം നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഓരോ എക്സ്പീരിയൻസസ് ഇല്ലേ, അത് വെച്ച് തന്നെ ആണ് നമ്മളെല്ലാവരും ബിഗ് ബോസിൽ കയറുന്നത്. എന്നിട്ട്
അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരണമായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓരോ രീതിയിൽ പോവാം. ചിലവർക്ക് ആ ഫ്ലോയിൽ തന്നെ പോവാം, ചിലവർക്ക് പഠിച്ചുകൊണ്ട് പോവാം. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അപ്പം അതെ, പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ ആയിരുന്നു നിന്നത്. അപ്പം എനിക്ക് 25 പേര് പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പൊ അവരെന്നോട് വന്ന് പറയും, ആ ഇങ്ങനെ പോയാ അടുത്ത ആഴ്ച തിരിച്ച് പോവാമെന്ന്. അതും ഓരോരുത്തരും വന്ന് പറയും, സാബു ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റൂല കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആരും ഇല്ലല്ലോ നമ്മളോട് പറഞ്ഞു തരാൻ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കും നമ്മൾ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റൂല പ്രേക്ഷകർ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും ഒന്നും ഗെയിം ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. മീൻസ് പ്രീവിയസ് ഇതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പ്രീവിയസ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറെ ക്ലിപ്സ് ആണ്, റീൽസ് ആണ്. അതിലാണെങ്കിൽ നമ്മൾ കാണുന്ന എന്തോ രണ്ടുപേരും ഭയങ്കര വാക്കുകൾക്കും ഒരു ഒച്ചപ്പാടെല്ലാം ഉണ്ടാവുന്ന, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ടാസ്കും കുറച്ച് ഫണി മൊമെന്റ്സ് എല്ലാം. അപ്പൊ അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയൊക്കെ പോവാം, ബിഗ് ബോസിന്റെ അകത്തിരുന്ന പോയാൽ മനസ്സിലായില്ല, ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു മൈൻഡ് ഗെയിം ആണ്. വന്നതില് വൈൽഡ് കാർഡില് നിങ്ങളുടെ എല്ലാരിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു മസ്താനിയുടെ ഒരു ഗെയിം പ്ലാന്. മസ്താനി മീൻസ് എങ്ങനെ ആൾക്കാരെ ചൊറിയാം, പ്രശ്നം ഉണ്ടാക്കാം എന്ന് പഠിച്ചു വന്നൊരു വ്യക്തിയെ പോലെ തോന്നില്ല. എങ്ങനെയാ മസ്താനിയുടെ ഗെയിമിനെ വിലയിരുത്തുന്നത്? മസ്താനിയുടെ ഗെയിം ഞാൻ മസ്താനിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒട്ടും അപ്രൂവ് ചെയ്തില്ലായിരുന്നു. ബിക്കോസ് ഗെയിം കളിച്ചോ, പക്ഷെ ഇത് പേഴ്സണൽ സംഭവങ്ങളായ മസ്താനിക്ക് എങ്ങനെയെങ്കിലും അവരെ ട്രിഗർ ചെയ്താൽ മതി, എങ്ങനെ കുത്താൻ പറ്റും അത്രയും കുത്തണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് മസ്താനി പോലും അറിഞ്ഞില്ല, അത് മസ്താനി പോലും അറിയാതെ ചില കാര്യങ്ങൾ കുറച്ച് പേഴ്സണൽ ആയിപ്പോയി. അതാണ് മസ്താനി സത്യത്തിൽ നല്ല ഗെയിമാണ്. ഇപ്പൊ പേഴ്സണൽ ആയിട്ട് എടുക്കാതെ പോയെങ്കിൽ മസ്താനി അവിടെ ഒരു പൊളി പൊളിക്കുവായിരുന്നു. മസ്താനി കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് കളിച്ചു, മസ്താനി കുറച്ച് കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു. ബിക്കോസ് മസ്താനി അവിടെ മസ്താനി വന്ന് അവിടെ ഫുൾ ഷേക്കപ്പ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരു ഏണി പിടിച്ച് സ്റ്റെർ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായി മസ്താനി. ഈ നമ്മള് ഇപ്പം ഏറ്റവും മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത്. 2025 എന്ന് പറയുമ്പോൾ ഏറ്റവും എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ധാരണയുണ്ട്, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അതിലാ നൂറ വിഷയം വന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഒപ്പീനിയൻ മാറ്റം ഉണ്ടായിരുന്നു. മീൻസ് ലക്ഷ്മിയാണ് അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാബു എന്താ പറയണത്? അതിലാ നൂറ എന്ന രണ്ട് വ്യക്തികളെ എങ്ങനെ കാണുന്നത്? അവരുടെ ഒരു കമ്പാനിയൻഷിപ്പിനെ എങ്ങനെ കാണുന്നത്? അവര് ഒരിക്കലും ഒരു 6-7 years ആയിട്ട് മനസ്സിലായി ടുഗദർ ആണ്. അപ്പം അതൊരു സ്ട്രോങ് ബോണ്ട്, സ്ട്രോങ് റിലേഷൻ ആണ്, ഭയങ്കര ആഡ്മിറബിൾ ആണ്, റെസ്പെക്ട്. പിന്നെ അവർ രണ്ടും എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞാൻ എന്തായാലും സപ്പോർട്ടേ ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം സപ്പോസ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും ഇങ്ങനെ ജീവിച്ച് വരുന്ന ഒരു സംഭവമില്ലേ. അപ്പം ചിലവർക്ക് നമ്മൾ ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷെ ആരെയും ഹേർട്ട് ചെയ്യാതെ ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാനും പറ്റൂല അവരുടെ. അതെ അതെ അതെ, അവര് അങ്ങനെയാണ് എന്നുള്ളതാ. എനിക്ക് ആദില എന്ന് പറയും ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അവരാണ് കപ്പിൾ ഗോൾസ് എന്ന് ഞാൻ പറയും. പിന്നെ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ ബിഗ് ബോസിൽ പൊതുവെ എപ്പോഴും കണ്ടുവരുന്നതാണ് ഒരു ലവ് സ്ട്രാറ്റജി എന്നുള്ളത്. അങ്ങനെ പോലും ലവ് ട്രാക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നോ? അയ്യോ ഇല്ല, എനിക്ക് സത്യം പറയാലോ, എനിക്ക് മനസ്സിൽ ലവ് ട്രാക്ക് ചെയ്യണമെന്നും തോന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്തോ? എങ്ങനെയെങ്കിലും ലവ് ട്രാക്ക് എങ്കിലും പിടിച്ചിട്ട് കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത്? എനിക്ക് ഇപ്പം എനിക്ക് അവിടെ ഗെയിം എന്ന് പറഞ്ഞ് കളിക്കണ്ടായത്. ഇനി ലവ് ട്രാക്ക് ഇപ്പൊ സപ്പോസ് ചെയ്ത് ഇനി കോംപ്ലിക്കേറ്റഡ് ആയി വയ്യ അതിലൊന്നും. മനസ്സിലായി എന്ന് പറഞ്ഞാ അറിയാലോ, നമ്മള് ചുമ്മാ വേണ്ടാത്ത ഏണിയൊന്നും പിടിക്കുന്നത് ഞാൻ വിചാരിച്ചു. അത് അങ്ങനെ എനിക്ക് അവിടെ പോകുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. എനിക്ക് ഒരു ലവ് ട്രാക്ക് വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ കയറിയത്. അതെ. പുറത്തെന്താണ് അവസ്ഥ? പുറത്തിപ്പം ഞാൻ സിംഗിൾ ആൻഡ് റെഡി ടു ഓക്കെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആരാധകരുണ്ട്. ഇനി പ്രപ്പോസൽസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാബുമാന്റെ സ്വഭാവം വെച്ചിട്ട് എല്ലാവരും വരും, ഇതിൽ ആരെ സെലക്ട് ചെയ്യാൻ, ആരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യും? ഒരു 10 റിക്വസ്റ്റ് എടുക്കുക, സാബുമാനെ എനിക്ക് മീൻസ് ലവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പെട്ടുപോയില്ലേ? ഇതിനുള്ള ഉത്തരം കണ്ടുപിടിച്ച എനിക്ക് ഒന്ന് പറഞ്ഞു. അപ്പം റെഡി ടു മിങ്കിൾ എന്ന് പറയുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയാ? സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനല്ല, ഞാൻ പറഞ്ഞുതരാം. കുറെ മെസ്സേജസ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടിരുന്നു. പിന്നെ ഞാൻ
ആകെപ്പാട് എന്റെ വീട്ടുകാരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതെ അതെ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു, അല്ലെങ്കിൽ ആരാധകരെ ഓർമ്മിപ്പിച്ചോളൂ. ഞാൻ കുറച്ച് ടെൻസ്ഡ് ആണ്, എല്ലാരും കൂടെ ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ എന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇനി ഇത് ബിഗ് ബോസ് ഒരു തുടക്കമായിട്ടാണ്. ഞാൻ ഇവിടെ ബിഗ് ബോസ് വന്ന് എന്റെ കാര്യങ്ങളെല്ലാം നടന്ന് ബിഗ് ബോസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ലൈക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്റെ ഇപ്പം ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ. അതും ലാലേട്ടനെ കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റും. ഇപ്പോഴും എനിക്കൊന്നൊരു സ്പെഷ്യൽ പാമ്പറിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ലാലേട്ടന്റെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഞാൻ സൂഹിക്കും. തീർച്ചയായിട്ടും, കാരണം സാബുമോന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി ലാലേട്ടൻ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് തോന്നിയിട്ടില്ലേ ഇതുവരെ? ഞങ്ങക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാനായിട്ട് പറഞ്ഞ ആൾക്കാർ പിന്നെ ലാലേട്ടൻ വിളിക്കേ എന്താ മോനെ എന്നുള്ളൊരു സംസാരം, അങ്ങനെ ഒരു പാമ്പറിങ് തോന്നിയിട്ടില്ലേ? അല്ല, എനിക്ക് അങ്ങനല്ല, ലാലേട്ടൻ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ, എനിക്ക് എന്ത് പറയാനാ, ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്ന അഹങ്കാരമാണെന്നല്ലോ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു എന്തോ ലാലേട്ടൻ കുറച്ച് സ്നേഹമുള്ള കാര്യം. അതെ അതെ അതെ. ലാലേട്ടന്റെ സിനിമയിൽ ഒരു അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോവില്ലേ? അതെന്ത് ചോദ്യം, എന്ത് ചോദ്യം? ഞാൻ ഇപ്പോഴേ റെഡിയാണ് എന്നുള്ളത്. ഇപ്പോഴേ ഞാൻ ഇപ്പൊ പോകും, ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ വരാൻ പറഞ്ഞ ഓടും. അത്ര ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാൻ ആയിരുന്നോ? ലാലേട്ടൻ ഫാനാണ്. അതെ അതെ. അപ്പം പുറത്തൊക്കെയും പി ആറിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഈ തവണ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനുള്ളിലും ചർച്ച ചെയ്തത് പി ആറിനെ പറ്റിയാ. സാബുമോന് പി ആർ ഉണ്ടായിരുന്നോ? എനിക്ക് പി ആർ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പി ആറിനെ പറ്റി നല്ല ധാരണ ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടും പി ആർ കൊടുക്കാത്ത എന്താണ്? ഞാൻ പറയാട്ടോ, പി ആർ മെയിൻലി ചെയ്യുന്നത് വലിയ വലിയ സെലിബ്രിറ്റീസ് അല്ലേ ജനറലി. അപ്പം എനിക്ക് അറിഞ്ഞൂടെ, എന്തോ അതൊരു എക്സ്പെൻസീവ് അഫെയർ ആണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതും എനിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇൻകം പോലും ഇല്ല, പിന്നെ ആ ലെവൽ സെലിബ്രിറ്റി ആയിട്ടും ഇല്ല. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് പി ആണ് കൊടുത്താലും, ഇപ്പം ഇപ്പൊ അഥവാ നമ്മൾ പി ആണ് കൊടുത്താൽ പോലും നമ്മൾ അവിടെ പെർഫോം ചെയ്ത് അവർക്ക് കോണ്ടന്റ് വേണം, എന്നാലല്ലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു ടെൻഷൻ ആയിരിക്കും. അതായത് ഓരോ ആഴ്ചയും ഞാൻ ഇത്ര കണ്ടന്റ് കൊടുക്കണം. അതെ അതെ അതെ. അപ്പം എനിക്ക് തോന്നി പി ആറിന്റെ ആവശ്യമില്ല, നാച്ചുറലി തന്നെ നമുക്ക് നിക്കാം, പോന്ന് വരെ പോട്ട്. പിന്നെ എന്റെ മനസ്സിലുണ്ടായത് ഇത് പ്രേക്ഷകർ കാണുന്ന ഇത് കേറുന്നതിന് മുമ്പാണ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ലൈക്കബിൾ ആണ്, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ സാധാരണ കുറച്ച് എനർജറ്റിക് ചാടി നിൽക്കുന്ന പയ്യനാണ്, പക്ഷെ അവിടെ പോയപ്പോ ഞാനൊന്ന് പതറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ആവശ്യമില്ല, നമുക്ക് റിയലും റോ ആയിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചു, അങ്ങനെ കയറിയത്. ഈ ഫൈനൽ 5 സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതില് ഇപ്പൊ ഫൈനൽ 5 ഉണ്ടായിരുന്ന 5 പേരുണ്ടല്ലോ, അതില് ഏറ്റവും ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു കുറുക്കൻ ആയിട്ടുള്ള ഒരു ഗെയിമർ ആരായിരുന്നു? ഓ, ഈ ഫൈനൽ 5 ഇപ്പോഴത്തെ ഫൈനൽ 5 അതായത് അനുമോള്, അനീഷ്, അക്ബർ, ഷാനവാസ്, നിവിൻ, ഇതായിരുന്നല്ലോ ഫൈനൽ 5. ഇതില് ഏറ്റവും ഒരു കുറുക്കൻ സ്വഭാവമുള്ള ഒരു ഗെയിമർ ആരെന്ന് ചോദിച്ചാൽ ആരെ പറയും? കുറുക്കൻ സ്വഭാവം എന്ന് പറയുമ്പോൾ മീൻസ് ഭയങ്കര സൂത്രശാലിയായിട്ടുള്ള. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കുറുക്കൻ എന്ന് വിളിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു ബ്രില്യൻ ഗെയിമർ എന്ന് പറയുന്ന ഒരാള് ഞാൻ ഇപ്പം കണ്ടിട്ടുള്ളതിൽ ഞാൻ നോക്കിയിട്ടും അക്ബർ ആയിരുന്നു. അക്ബർ ഭയങ്കര കിടിലമായിരുന്നു. അക്ബറിന് അത്യാവശ്യം അവിടെ വേണ്ട കുതന്ത്രം അറിയായിരുന്നു, നല്ല സ്മാർട്ടാണ്. പിന്നെ എന്ത് ടാസ്ക് കൊടുത്താലും അത് വൃത്തിക്ക് ചെയ്യും. ലൈക്ക് ഇപ്പൊ ഫിസിക്കൽ മെന്റൽ എന്തായാലും പുള്ളി ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്തെങ്കിലും അടിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ പുള്ളി പക്ക നല്ലപോലെ ഗെയിം കളിക്കാൻ വന്നതാണ്. അതും ഞാൻ അത് റെസ്പെക്റ്റും ചെയ്യുന്നു. ആദ്യം എനിക്കറിയാം, എനിക്കൊരു പുള്ളിയോട് എനിക്ക് അത്ര ഒരു ഇംപ്രഷൻ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കേറി അറിയാലോ, ഇപ്പൊ പറഞ്ഞില്ലേ, ഓരോന്നും കേട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമാണ്. പിന്നെ പുള്ളിയോട് കൂടുതൽ സംസാരിച്ചു വന്നപ്പം എനിക്ക് മനസ്സിലായി ആള് പാവമാ. പിന്നെ ആളിവിടെ ഗെയിം കളിക്കാനും വന്നേ. പിന്നെ ഒരു പ്രോപ്പർ ഗെയിമർ മാത്രമായിരുന്നു അല്ലേ? ഒരു പ്രോപ്പർ ഗെയിമർ വിത്ത് എ ഗുഡ് ഹാർട്ട്. അതെ അതെ, ഭയങ്കര ടാലന്റഡ് ആണ്. പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നി അതിൽ ഏറ്റവും സ്മാർട്ട് ആൻഡ് ബ്രില്യൻ ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയത് ആസ് എ ഗെയിമർ, അതെ കൂടുതൽ ഞാൻ പറയുന്നില്ല, അത് അക്ബർ ആയിരുന്നു. ബിക്കോസ് പുള്ളി ഇട്ട എഫേർട്ട് എനിക്ക് തോന്നുന്നു അവിടെ ആരും ഇട്ടിട്ടില്ലായിരിക്കും. ഒരു വിന്നർ ആകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു അക്ബർ എന്ന് തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഒരു വിന്നിംഗ് പൊസിഷനിലേക്ക് പുള്ളി എത്താതെ? അത് ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ എല്ലാവരും. അല്ല, എങ്കിലും സാബുമോൻ വിചാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവില്ല, ഒരു സൈഡ്. എന്തുകൊണ്ടായിരിക്കുമല്ലോ, എന്തുകൊണ്ടായിരിക്കാം ചിലപ്പം എല്ലാവർക്കും ഇപ്പം അവിടെ പി ആറിന് സ്വാധീനം വന്നിട്ടുണ്ടോ? ആർക്കാണ് ഈ വിന്നിംഗ് പൊസിഷനിലേക്ക് അക്ബർ എത്താതിരുന്നത്?
അവിടെ എനിക്ക് നോ കമന്റ്സ്. നൈസായിട്ട് ഊരിയല്ലേ? ഇതിപ്പോ മനസ്സിലല്ലേ, എനിക്ക് തോന്നുന്നു ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ അത്യാവശ്യം അറിയായിരിക്കും അല്ലെ പുറത്ത് എങ്ങനെയാ പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇനി ഇതിനെ കുറിച്ച് ഇനിയും കുറച്ചും കൂടെ റിസർച്ച് ചെയ്യണം, എന്നിട്ട് പറയാം. അപ്പൊ അടുത്ത ബിഗ് ബോസ് ഞാൻ പഠിച്ച ഒരു സംഭവം അതാണ്, നമ്മളെല്ലാം കണ്ടിട്ട് കേറി എടുത്ത് ചാടരുത്, അതാണ്. അല്ല, സമൂഹം പഠിച്ചു വരുമ്പോ അടുത്ത ബിഗ് ബോസ് എനിക്ക് എപ്പോ ആൻസർ കിട്ടും, അപ്പോഴും ഞാൻ ആൻസർ തരാം. അപ്പൊ നമുക്ക് കീപ് ഇൻ ടച്ച്. ഓ ഡെഫിനറ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചോദിക്കാം ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പം അടുത്തത് ഗെയിമിനെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു വ്യക്തി അനീഷേട്ടനാണ്. കോമണർ ആയിട്ട് വന്ന് റണ്ണറപ്പ് ആയിട്ടുണ്ട്. അനീഷേട്ടന്റെ ഗെയിമിനെ എങ്ങനെ കണ്ടോണ്ടിരുന്നത്? അനീഷേട്ടന്റെ ഗെയിം ഞാൻ പറയാം, അനീഷേട്ടൻ നല്ലപോലെ പഠിച്ചിട്ട് വന്നേക്കോ. പക്ഷെ എനിക്ക് തോന്നുന്നു അക്ബറിന് ആ ടാലന്റ് ഉള്ളതുപോലെ അനീഷേട്ടൻ ഇല്ല. പക്ഷെ അനീഷേട്ടൻ ഹാർഡ് വർക്കിൽ കൂടെ ഫുൾ അനലൈസും ചെയ്ത് ഓരോരോ കാർഡ്സിനെ കുറിച്ചും പഠിച്ച് എന്തെല്ലാം വർക്ക് ആവും പ്രീവിയസ് സീസണൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ട് വന്ന ആളാണ്. അപ്പം പുള്ളി അത് ഇപ്പൊ സാധാരണ നമ്മൾ അങ്ങനെ പഠിച്ചാൽ പോലും അങ്ങനെ നിൽക്കണമെങ്കിൽ പോലും പാടാം. അപ്പം പുള്ളിക്ക് അതിന് ഹാറ്റ്സ് ഓഫ്, ബിക്കോസ് അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അതും പുള്ളി ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ഇതുവരെ ഒരു കോമണർ ഇതുവരെ വന്നിട്ടില്ല. അത് പുള്ളിയാണ് ആദ്യമായിട്ട്. അതും പുള്ളിന്റെ ഗെയിം കളിച്ച് പുള്ളിക്ക് ഒരു വലിയൊരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുത്ത് പുള്ളിന്റേതായ തന്നെ കുറെ ഐക്കോണിക് ആയിട്ട് സുപ്രഭാതം കുറെ കാര്യങ്ങളുണ്ട്. ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ് ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതെ, അത് ഞാൻ കേട്ടായിരുന്നു. അത് ഞാൻ അത്ര ഷുവർ അല്ല. പക്ഷെ ഇനി നമുക്ക് 2 ആഴ്ചയൊക്കെ പുള്ളി ഗുഡ് മോർണിംഗ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതെ അതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അകത്ത് പുറത്തല്ല, ആസ് എ ഗെയിമർ പുള്ളിന്റേതായ കുറച്ച് എനിക്ക് കുറച്ച് യോജിക്കാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടില്ല തുറന്ന്. അത് പിന്നെ ഞാൻ അവിടെ എപ്പോഴും നോമിനേറ്റ് ചെയ്യുമ്പം അനീഷയുടെ വരുന്നത്. ബിക്കോസ് ഞാൻ ആ ഗെയിമിൽ ഇരിക്കുമ്പം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒപ്പോസിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ അവിടെ ഭയങ്കര റിയൽ ആയിട്ട് നിൽക്കുന്ന. അപ്പം അനീഷേട്ടൻ അവിടെ പറയും ജീവിക്കാൻ വരുമോ, പക്ഷെ ഗെയിമാണ് അത്. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അനീഷേട്ടൻ അവിടെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതായത് അനീഷേട്ടന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗെയിമർ ആയിട്ട് ഇരിക്കാൻ. എനിക്ക് തോന്നുന്നു ഈ അനുമോളുമായിട്ടുള്ള പ്രണയവും ഒരു പ്ലാനിങ് ആയിരുന്നെന്ന് തോന്നുന്നു. അത് ഞാൻ ആ സമയം അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോ അത് എനിക്ക് സീരിയസ് ആയിട്ട് അറിഞ്ഞൂടാ, ചിലപ്പം അത് റിയൽ ആയിരിക്കാം. റിയൽ. അപ്പം ഒരു ഗെയിമർ ആണ് അനീഷേട്ടൻ എന്ന് പറയുന്നു, 24/7 ഗെയിമർ ആണെന്ന് പറയുന്നു. കൂടുതൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പം അനുമോളുമായിട്ടുള്ളൊരു പ്രണയം ഗെയിമായിട്ട് മാത്രം പറയാൻ ഒരു രീതിയിൽ ഗെയിമായിട്ട് കാണാം. ബിക്കോസ് അതാണ് ഞാൻ പറഞ്ഞത്, അനീഷ ഒരു ബ്രില്യൻ ഗെയിമർ, അതൊരു ഗെയിം ആവാം. പക്ഷെ അങ്ങനെ ഒരാള് ചെയ്യൂ അത്രയും വരെയൊക്കെ കൊണ്ടുപോകുകയും ലാസ്റ്റ് മൊമെന്റ് ആയപ്പോ ഒരു ലവ് ട്രാക്ക് പിടിക്കും, എന്നിട്ട് ഒരു ഹാർട്ട് ബ്രേക്ക് വരും, അപ്പം സിമ്പതി കിട്ടും. സിമ്പതി വോട്ട്സിന് വേണ്ടി. അതാണ് എനിക്ക് മനസ്സിലാവാത്ത, ഈ സിമ്പതി വോട്ട്സ് കിട്ടിയിട്ട് നമുക്ക് പുറത്ത് പിന്നെ ഒരു ജീവിതമില്ല. അതാണ് എനിക്കത് മനസ്സിലാവൂല. എനിക്ക് ബിഗ് ബോസിലുള്ള മിക്ക കണ്ടസ്റ്റൻസിനെ അത്ര മനസ്സിലാവില്ല. ബിക്കോസ് അത് എന്റെ പ്രശ്നമായിരിക്കും. കുറച്ച് സ്ലോ ലേണിംഗ് ആണോ? ആയിരിക്കും. അതെ. ഇപ്പം എപ്പോഴാണ് സാബുവിന്റെ ഗെയിം ഒന്ന് പാളിപ്പോയതെന്ന് തോന്നിയത്? എന്റെ ഗെയിം പാളിപ്പോയത് എനിക്ക് ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഗെയിം പ്ലാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് എനിക്ക് പാളിപ്പോയതെന്ന് തോന്നി ഗെയിമിലല്ല, ജനറലി എന്റെ കൂൾ ഇടയ്ക്കിടയ്ക്ക് പോയി. എനിക്ക് തോന്നുന്നു എനിക്ക് ആ മുട്ട കിട്ടാതെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുടിഞ്ഞു പോട്ടെ. അതെ, മുടിഞ്ഞു പോട്ടെ, ഒരിക്കലും രക്ഷപ്പെടില്ല ഒരു മുട്ടയ്ക്ക് വേണ്ടിട്ട്, ഒരു കോഴിമുട്ടയ്ക്ക്. അതാണ് ഞാൻ വിചാരിച്ചു. ഞാൻ എന്തോ ആ സമയം എനിക്ക് ആ മുട്ടേന്റെ കാര്യം മാത്രം, ഞാൻ ആ സമയം എനിക്കൊരു റഫ് പാച്ച് കൂടെ ഫീൽ ചെയ്തു പോകുന്നു, വരെ ഡൗൺ, എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു. അപ്പൊ മുട്ടേന്റെ കാര്യം കൂടെ വന്നപ്പോ അത് കുറച്ച് ആക്സിലറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ എല്ലാം കൂടെ ആയപ്പോ ഞാൻ എനിക്ക് മടുത്തു. അപ്പൊ ഞാൻ മുട്ടയിൽ അങ്ങ് തീർത്തു. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഒരു നിഗമനം വെച്ചിട്ട് ആരായിരിക്കും മുട്ട എടുത്തിട്ട് പോയാ പോസിബിൾ എന്ന് പറഞ്ഞാ, ഞാൻ പിന്നെ ഒരു സംഭവം കേട്ടായിരുന്നു, എന്തോ നെവിൻ അവിടെ പാൽ പൊറോട്ട എന്തോ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് കേട്ട സംഭവം. അപ്പൊ അതിനെന്തോ 2 മുട്ട എന്തോ ആവശ്യം, ആ പാൽ പൊറോട്ട ഞാൻ കഴിച്ചതും ഇല്ല. 2 മുട്ട എന്തോ ആവശ്യം വന്നു. എനിക്ക് തോന്നുന്നു അവൻ നൈസായിട്ട് 2 എണ്ണം എടുത്തതാണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ എന്റെ ഒരു മുട്ടയായിരുന്നു ബലിയാടായത്. മൊത്തത്തിൽ പിന്നെ ഞാൻ മുടിഞ്ഞു പോകുന്നെല്ലാം പറഞ്ഞോട് പിന്നെ അത് കഴിഞ്ഞതോടെ ഞാൻ പിന്നെ മുട്ടയെല്ലാം പോയി. കുറച്ച് ദിവസം കൂടെ തന്നെ. എനിക്ക് തോന്നുന്നു സാബുവിന്റെ പ്രധാന പ്രശ്നങ്ങള് പ്രോട്ടീൻ, മുട്ട അതൊക്കെ ആയിരുന്നു, അല്ലാതെ അവിടുത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്.
അവിടെ വേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അറ്റാക്ക് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ അല്ലാതെ കുറെ പ്രശ്നം ആൾക്കാർ രണ്ടുപേരും ഭയങ്കര സ്റ്റേൺ ആണ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കാൻ നിന്നാലും മനസ്സിലായില്ല, അത് വിട്ടുതരില്ല, ഒട്ടും വിട്ടുതരില്ല ആരും. ചുമ്മാ അലറിക്കൊണ്ടിരിക്കുക. പിന്നെ ബാക്കി ആ സമയം ബാക്കിയുള്ളവർ വിചാരിക്കും കോണ്ടന്റ് എന്ന് പറഞ്ഞു നിൽക്കും. എപ്പോഴെങ്കിലും വരണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ എന്തോ ബിഗ് ബോസിനുള്ളിൽ? എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല അങ്ങനല്ല, എനിക്ക് ചില സമയം തോന്നും. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഞാൻ അത്ര കേപ്പബിൾ അല്ല, വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് ആക്ച്വലി ഒരു ഗെയിം പ്ലാനോ അതോ മെന്റലി നല്ല പ്രിപ്പയർഡ് ആയിട്ട് വരണമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു, സത്യം പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ഭയങ്കര ഗ്ലാഡ് ആണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് കുറെ നല്ല ഇൻട്രസ്റ്റിംഗ് ആൻഡ് പ്രോമിസിംഗ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യണം. മീഡിയ ഫീൽഡ് ആക്ടിംഗ് ആണ് മെയിൻ. ആങ്കറിംഗ് ചെയ്യാൻ എനിക്ക് കുറച്ച് ട്രെയിനിങ് ആവശ്യമുണ്ട് ഇനിയും. ബിക്കോസ് ആക്ടിങ് എനിക്ക് പിന്നെയും ചെയ്യാൻ പറ്റും. ആങ്കറിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ആൻസൈറ്റി, പബ്ലിക് ആൻസൈറ്റി ഒക്കെ വരും. അപ്പൊ അതെനിക്ക് കുറച്ച് വർക്ക് ചെയ്യണം. അല്ലല്ല, ഞാൻ നോക്കട്ടെ ഇനി അതും. പിന്നെ ഞാനിനി കുറച്ച് ട്രാവൽ വീഡിയോസ് യൂട്യൂബ് ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറി. അതെ യൂട്യൂബ് സബ്സ്ക്രൈബ് നല്ലപോലെ കേറിയിട്ടുണ്ട്. അപ്പം ഇനി യൂട്യൂബും സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പം കുറെ ട്രാവൽ, പിന്നെ ഞാൻ ഓൾറെഡി ഒരു ഫുഡ് വ്ളോഗറാണ്. അപ്പൊ അതും കൂടെ ഫുഡ് ട്രാവൽ വീഡിയോസ് എല്ലാം കൂടെ ചെയ്യും. ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ട്രാവല് ഞാൻ ഇവിടെ കുറെ ഹിൽ സ്റ്റേഷൻസ് ഇങ്ങനെ ഇവിടെ അടുത്തൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ ഡൽഹി അങ്ങനെയായിരുന്നു. ഏതായിരിക്കും ഡ്രീം ഡെസ്റ്റിനേഷൻ? ഏതായിരിക്കും ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ പോകണം. നോർവേ അവിടെ പോയി, അവിടുത്തെ പിന്നെ ജപ്പാൻ, പിന്നെ എനിക്ക് കുറച്ച് എവിടെ പോകണം, എനിക്ക് ടെക്സസിലൊക്കെ പോയി കുറെ സ്മോക്ഡ് മീറ്റ്സ് കഴിക്കണം. അങ്ങനെ കുറെ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കാര്യമുണ്ട് ജീവിതത്തില്. ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. വണ്ണം വെക്കുന്നില്ല, ഭയങ്കര വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അത് എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റൂല. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ നോക്കിയാൽ ഞാൻ ഇത്ര കുറെ നടക്കും. ഞാൻ ഇപ്പൊ കുറെ തിന്നാ എനിക്കൊരു ചെറുതായിട്ടൊരു ഗിൽ ട്രിപ്പ് വരും. നടന്നാലോ എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു തുടങ്ങും. ബിക്കോസ് അവിടെ ഞാൻ തുടങ്ങിയപ്പോ ഭയങ്കര വർക്ക്ഔട്ട് ആയിരുന്നു. പിന്നെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഉറക്കം ശരിയാവുന്നില്ല, ഫുഡും ശരിയാവുന്നില്ല, ബോഡിയൊക്കെ വേദന തുടങ്ങി വർക്ക്ഔട്ട് ചെയ്ത്. പിന്നെ ഞാൻ വെച്ചാൽ ഉള്ള എനർജി ബാക്കിയുള്ള പരിപാടി. പക്ഷെ ഇടയ്ക്കൊന്ന് പ്രഷർ മീൻസ് കൈ നിൽക്കുന്നില്ല സമയത്ത് നിവിനെ ഇടിക്കാൻ വേണ്ടിട്ട് ഷാനവാസൊക്കെ പറഞ്ഞു തന്ന കുറച്ച് അടവുകളൊക്കെ അവിടെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കിട്ടെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അയ്യോ, ഷാനവാസ് പറഞ്ഞ ഒരു അടവുകളില്ലേ, അത് ഞാൻ അവിടെ കേട്ട് അവിടെ വിടും, മനസ്സിലല്ലോ. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഷാനവാസ് ഖാന്റെ ഇതൊന്നും അല്ല. അത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നു. അപ്പൊ ഞാൻ ഫ്രസ്ട്രേഷൻ കളയാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആ സംഭവം ചെയ്തത്. അതെ, ഷാനവാസ് ട്രെയിൻ ചെയ്തതാണ്. അയ്യോ അല്ല, ഓൾറെഡി പക്ഷെ പുള്ളി എന്നെ കുറച്ച് കിക്സിൽ ട്രെയിൻ ചെയ്ത് കുറച്ച് നമ്മള് ട്രെയിനിങ് ചെയ്തായിരുന്നു. പക്ഷെ പഞ്ചസ് ഒക്കെ ഞാൻ അല്ലാതെ ദേഷ്യം വന്നിട്ട് ചെയ്തതാണ്. ആ സമയം ഇൻ കേസ് ആർക്കെങ്കിലും ഒരു ഇടി കൊടുക്കാൻ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ആർക്കിട്ട് കൊടുക്കുമായിരുന്നു? ഇല്ല, ഞാൻ ഒരു ഇടിക്കാരനല്ല. അല്ല, എങ്കിലും ഒരാൾക്കിട്ട് ഒരു ദേഷ്യം തീർക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആരുടെ നേരെ ആയിരിക്കും അത് തീർക്കുക? വീടിനുള്ളിൽ. എനിക്ക് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യൂല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ അങ്ങനെ പോയി ആരെയും ഒന്നും അങ്ങനെ ഇടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഒരു സമയം ഒരു പോയിന്റില് നെവിൻ എന്നെ ട്രിഗർ ചെയ്ത് അവിടെ വരെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് ഇടിക്കാൻ തോന്നി. ആ സമയം നെവിനിട്ട് പൊട്ടിക്കാൻ തോന്നി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യൂലായിരുന്നു, ഇങ്ങനെ പോയാലും. അതെ അതെ, അതെന്റെ ക്യാരക്ടർ അല്ല. അവസരം തന്നാലും ഞാൻ ചെയ്യൂല. ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആവല്ലേ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചാൽ കുറെ സമയം എടുക്കും. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അതും ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് വന്ന ക്ഷീണം മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. കുറെ എന്തായാലും സംസാരിച്ച് നമുക്ക് വീണ്ടും കീപ് ഇൻ ടച്ച്, വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.